കുറേ നാളായി വിചാരിക്കുന്നു കുറച്ച് സേമിയ പായസം വെക്കണമെന്ന്. അപ്പോൾ അതേ ഉച്ചക്കത്തെ ഊണൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ സേമിയ പായസം വെക്കാനായിട്ട് കയറി. ആദ്യം തന്നെ ഒരു പാനിൽ നെയ്യൊക്കെ ഒഴിച്ചിട്ട് ഈ സേമിയ ഒന്ന് വറുത്തെടുക്കണം. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വെക്കണത്. ഞാൻ മിക്കപ്പോഴും വെക്കാറുള്ളത് ഇങ്ങനെ മിക്സ് കിട്ടൂല, അപ്പോൾ അതിലളവ് പാലിൻ്റെ അളവൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഇത് ഏകദേശം ഒരു കണക്കിനാണ് ഞാൻ എടുത്തേക്കണത്, അത് കാരണം എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. അപ്പോൾ അതേ പാല് തിളച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു തുള്ളി ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തീ കുറച്ചതിന് ശേഷം നമ്മുടെ മിൽക്ക് മെയ്ഡ് ഉണ്ടല്ലോ അതൊഴിച്ച് കൊടുക്കണം. അതൊഴിച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനെ കൈ വിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ പാകത്തിനുള്ള പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ ആവശ്യത്തിനുള്ള മധുരമൊക്കെ ചേർത്ത് കഴിഞ്ഞപ്പോഴേക്കും വറുത്ത് വെച്ച് സേമിയയും ഇട്ട് നന്നായിട്ട് ഇളക്കി നേരിയ തീയിലിട്ട് വേവിച്ചെടുക്കണം. അപ്പോഴേക്കും സേമിയ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നെയ്യിൽ കശുവണ്ടി മുന്തിരി ഒന്ന് വറുത്തിട്ടാൽ മാത്രം മതി. അപ്പോൾ അതേ തണുത്ത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ സേമിയ പായസം ഒരു ഇത്തിരി കട്ടയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ഇത്തിരി പാലിൽ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുത്തപ്പോൾ